ലോറി ഉടമയായ മനാഫ് നമ്മുടെ ഒപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. മനാഫ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് മനാഫിന് പറയാനുള്ളത്? കണ്ടുകിട്ടിക്കുന്നു 4 കഷ്ണം മരം. പറയൂ, കേൾക്കാം. ഹലോ, 4 കഷ്ണം മരം നമ്മളത് കണ്ടിരിക്കുന്നു. 12 കിലോമീറ്റർ ഏകദേശം ദൂരത്ത് ഉണ്ട്. സാധനം മരം ഒരു ആരോ ഏതോ വീട്ടുകാരോ ഒഴിക്കും, പുഴയെന്ന് ഒഴുകി വന്നിട്ട് കയറ്റിയിട്ടിരിക്കണ് മരം. അത് അർജുന്റെ ലോറിയിൽ നിന്നും ഉള്ളത് തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതെ അതെ, 4 കഷ്ണം നമ്മളതാ. അന്വേഷണം, തെരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ്. ഇനി കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു 1-2 മണിക്കൂറിനുള്ളിലൊക്കെ ഈ ഇതിലേക്ക് ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മനാഫിന് ഈ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? പെട്ടെന്ന് ആവട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. ഹലോ, അതുപോലെ തന്നെ കർണാടക ഗവൺമെന്റിന് മുൻകൂട്ടി അറിയാമായിരുന്നു എന്നൊക്കെയുള്ള തരത്തില് മറ്റു നേതാക്കന്മാര് സംസാരിക്കുന്നത് കേട്ട് ഞാനിപ്പം വീട്ടിലെത്തിക്കണ്. ഞാൻ ഹോസ്പിറ്റലിൽ ഒരു ദിവസം അഡ്മിറ്റ് ചെയ്യുന്നു, ഇപ്പൊ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിക്കണ്. അപ്പൊ ന്യൂസിലൂടെ കേട്ട് ഇങ്ങനെ പല നേതാക്കന്മാരും പറഞ്ഞത് കർണാടക ഗവൺമെന്റ് പുഴയിലേനിന്ന് ആദ്യമേ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. ഹലോ, അങ്ങനെ പുഴയിലാണെന്നുണ്ടെങ്കിൽ ആദ്യം എന്നാ അങ്ങോട്ട് തെരഞ്ഞാ പോരെ, ഞങ്ങൾ ഇതിനെ വഴിതിരിച്ച് വിട്ടു എന്നൊക്കെ ഉള്ള രൂപത്തിൽ ഇങ്ങനെ കേട്ട്. അപ്പം കഴിയുന്നത് ഒരു വിവാദം വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മിണ്ടാതെ വെക്കുന്നത്. തീർച്ചയായിട്ടും മനാഫെ, നമുക്ക് വിവാദത്തിനുള്ള സമയമല്ല എന്നറിയാം. നമ്മൾ അതിനു വേണ്ടിയിട്ടാണല്ലോ ഇത്ര മെൻകെട്ടതിനോടാണല്ലോ ഇപ്പൊ ആദ്യത്തെ ദിവസങ്ങളിലും 3 ദിവസം അവിടെ 2 ഇറ്റാച്ചി വെച്ചിട്ടാണ് പരമാവധി അവിടെ പണിയെടുത്തിരുന്നത്. ഇത് നാട്ടിലെ ജനങ്ങളെ മുന്നിലേക്ക് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നപ്പോഴാണല്ലോ ഇത് എല്ലാവരും അറിഞ്ഞപ്പോഴാണല്ലോ പല ആൾക്കാരും അവിടെ പ്രത്യേകിച്ച് മീഡിയാസ് എത്തിയതും പിന്നെ പ്രവർത്തനം വന്നതും. ചെറിയ കിലോമീറ്റർ ദൂരത്താണ് ഇപ്പൊ കാണുന്ന ആ ഒരു ക്രെയിൻ ഉണ്ടല്ലോ, പൊക്ലൈനർ. ഹലോ, ആ വലിയ പൊക്ലൈനർ വലിയ ദൂരത്തൊന്നും അല്ലേ ഇനി ഉണ്ടായിരുന്നത്. അവസാനം അത് ഈ സംഭവം നടന്ന് 10ാമത്തെ ദിവസമാണ് ഇവർക്ക് കൊണ്ടുവരാൻ തോന്നുന്നത്. കൊണ്ടുവന്നത് സന്തോഷം. എന്തായാലും വേഗം എത്രയും പെട്ടെന്ന് ഇതിനൊരു ഒരു അന്തിമം ഉണ്ടാകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. മനാഫ്, ആരോഗ്യപരമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആശുപത്രിയിലായിരുന്നു എന്ന് പറഞ്ഞു. കുറെ ദിവസമായിട്ട് ഇപ്പൊ 9 ദിവസം ഞാൻ ആ മഴ കൊണ്ടല്ലോ. തീർച്ചയായിട്ടും അതെ മനാഫെ, നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു വിവാദത്തിന്റെ ഒന്നും സമയമല്ല. നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ആ പ്രിയപ്പെട്ടവൻ അർജുൻ എവിടെയുണ്ട് എന്നതിന് വേണ്ടിയാണ്, അതിലേക്ക് അടുക്കുകയാണ്. അതുകൊണ്ട് മറ്റു ചർച്ചകളൊക്കെ പിന്നീടാവാം എന്ന് തന്നെ വിചാരിക്കുന്നു. അതൊന്നും ഈ നിമിഷത്തിൽ ഔചിത്യം ആകില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മനാഫ്. ഏതായാലും 4 കഷ്ണം തടി അർജുന്റെ ലോറിയിൽ നിന്നുള്ളതാണ് എന്ന് കരുതുന്നു. അത് ലഭിച്ചു എന്നാണ് മനാഫിന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. നാട്ടിലേക്ക് പോയിരുന്നു എന്നാണ് പറയുന്നത്.